ഹലോ, അസ്സാം വലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കുറച്ച് കേരയാണ് കിട്ടിയേക്കണത്. അതൊന്ന് ക്ലീനാക്കി കട്ട് ചെയ്തിട്ടൊന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിച്ചതാണ്. നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ചട്ടി ഒന്ന് ചൂടായപ്പോൾ ഒരു 1.5 ടീസ്പൂണാണ് കേട്ടോ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കേണ്ട. 1.5 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് തീ കുറച്ച് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയും മറ്റേ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. 50 ഗ്രാം കാശ്മീരി ചില്ലി ആണെങ്കിൽ 50 ഗ്രാം സാദാ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. രണ്ടും ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തതാണ്. അപ്പം ഞാൻ അത് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് കളർ മാറണ വരയ്ക്ക് ഒന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറാകണം. സാധാ മല്ലി മുളകൊക്കെ വറുത്തരച്ച് വെക്കണ പോലൊക്കെ തന്നെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കറി വെക്കണതെന്ന് മാത്രം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, ഫ്രൈ ചെയ്തെടുത്തോണ്ടിട്ട്. നല്ലോണം കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫാക്കാം, ഒന്ന് ചൂടാക്കാം. മസാലയൊക്കെ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഒന്നുകൂടെ മൂത്തിട്ടുണ്ട്. കളറൊക്കെ മാറിയത് കണ്ട. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കണത്. അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ചുവന്നുള്ളി 2-3 ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലൊക്കെ 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 കഷ്ണം, ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി. എൻ്റെ കറിക്കൊക്കെ എപ്പോഴും തക്കാളി ഇല്ലാണ്ടിരിക്കില്ല. എല്ലാ കറിയിലും തക്കാളി ഇടും. ഞങ്ങളുടെ നാട്ടിലൊക്കെ തക്കാളി കറിയിലിടും മീൻ കറി വെക്കുമ്പോൾ. അപ്പം എനിക്കത് മാറ്റാൻ പറ്റൂല. അപ്പോൾ തക്കാളി ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. എൻ്റെ കറി കൂട്ടണവരൊക്കെ പറയും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഈ തക്കാളി തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. നല്ലതുപോലെ ഒന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ പേസ്റ്റ് ആക്കി അരച്ചിട്ട് വരാം. നമുക്ക് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മല്ലിമുളക് വറുത്ത ആ ചട്ടി തന്നെയാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ മീനിട്ട് കൊടുക്കാം. നല്ലതുപോലെ അങ്ങോട്ട് മുരിഞ്ഞു വരരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല അധികം മുരിച്ചൊന്നും വേണ്ട. നമുക്കിതൊന്ന് ഇപ്പത്തെ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കൊരു കോരി എടുക്കാം. ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം.
നമ്മുടെ ഉള്ളിയുടെ ഒക്കെ കളറെല്ലാം നല്ലോണം മാറി. നമുക്ക് ഇതിനകത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓട്ടുപുളി ഉണ്ടല്ലോ, അത് ഒരു 2-3 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ മീനിട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂടി വെച്ചിട്ട് കറി തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ റെഡി ആയാൽ നോക്കാം. എല്ലാം നല്ലോണം തിളക്കുന്നുണ്ട്. ചാറെല്ലാം നല്ലോണം കുറുകി വരും. ഉപ്പും പുളിയെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ തിളച്ചിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലായ ഞങ്ങളുടെ കേരമീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം മറക്കാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.